സെക്രട്ടേറിയറ്റിന്റെ പരിസരം ഇന്ന് വളരെ ഒരു പുതുമ നിറഞ്ഞ ഒരു അന്തരീക്ഷമായി. പോലീസിന്റെ ഒരു സന്നാഹങ്ങളും ഇന്നില്ലായിരുന്നു. പിണറായി ഭരിച്ചിരുന്ന സമയത്ത് ലാത്തിയും ബാരിക്കേഡും ഒക്കെയായിട്ട് പോലീസ് ഒരു ആക്രമണത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഇന്ന് ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ പരിസരം. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ അധികാരമേറ്റത് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. 10 വർഷത്തിന് ശേഷം കേരള പോലീസിന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി ഇന്ന് സെക്രട്ടേറിയറ്റിൽ കണ്ടു. പോലീസ് ഇന്നാണെന്ന് തോന്നുന്നു സമാധാനത്തോടുകൂടി അവർ ഇരിക്കുന്നത്. നിലവിൽ ഏറ്റവും പ്രധാന കാര്യം 10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് തുറന്നിരിക്കുകയാണ്. ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡും ഒരു വശത്തേക്ക് നീക്കിവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമാണ് ഇന്ന്. നോർത്ത് ഗേറ്റ് വഴി നിരന്തരം പൊതുജനങ്ങൾ സെക്രട്ടേറിയറ്റിൽ വന്നതോടെയാണ് സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി മുൻ സർക്കാർ ഗേറ്റ് അടച്ചത്. ഈ ഗേറ്റിലൂടെ കയറുന്ന വഴിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിച്ചിരുന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർക്കും മന്ത്രി വാഹനങ്ങൾക്കുമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ കണ്ടോൺമെന്റ് ഗേറ്റിലൂടെ തന്നെ അകത്തേക്ക് പ്രവേശിക്കണം. കേരള സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിനെയാണ് പൊതുവെ സമര ഗേറ്റ് എന്ന് വിളിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള സമരങ്ങളും മാർച്ചുകളും പ്രധാനമായും അവസാനിക്കുന്നത് ഈ ഗേറ്റിന്റെ മുന്നിലായതിനാലാണ് ഈ പേര് വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപമുള്ള ഈ ഗേറ്റ് നേരത്തെ അടച്ചിട്ടിരുന്നു. മന്ത്രിമാർക്കും VIP-കൾക്കും പുറമെ പൊതുജനങ്ങൾക്കും സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി ഈ ഗേറ്റ് ഉപയോഗിക്കാറുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ഇടയ്ക്കിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ടെങ്കിലും ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഒന്നാണ് ഈ നോർത്ത് ഗേറ്റ്. ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ കുറച്ചു കാലം ഈ ഗേറ്റ് തുറന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഗേറ്റ് അടച്ചുപൂട്ടുകയായിരുന്നു. ആഘോഷപൂർവ്വമായിട്ടായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഗേറ്റ് ഇപ്പോൾ തുറന്നത്. കേരള ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ ഗേറ്റ് തുറക്കലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളെ അധികാരികളുടെ അടുക്കൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇടത് സർക്കാർ ഗേറ്റ് പൂട്ടിയത്. എന്നാൽ പുതിയ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ള ഒരു പ്രഖ്യാപനവുമായാണ് ഈ ഗേറ്റ് തുറക്കലെന്നും സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പറയുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കും തൊഴിലാളി യൂണിയൻ സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ചരിത്ര പ്രധാനമായ ഈ ഗേറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. അതേസമയം പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി മന്ത്രിമാരുടെ ഔദ്യോഗിക ഓഫീസുകൾ സംബന്ധിച്ച ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റിൽ പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകൾ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന്റെ 3-ാം നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇരുവരും ഒരേ നിലയിലായിരിക്കും പ്രവർത്തിക്കുക എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. കൂടാതെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് നോർത്ത് ബ്ലോക്കിന്റെ 2-ാം നിലയിലായിരിക്കും. മുമ്പ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. ആ സമയത്ത് തന്റെ പഴയ ഓഫീസിലേക്ക് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇത്തവണയും തിരിച്ചെത്തുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ എന്നിവർ മുമ്പ് മന്ത്രിമാരായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ ഓഫീസുകൾ തന്നെയാണ് ഇത്തവണയും തെരഞ്ഞെടുത്തിട്ടുള്ളത്.